എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ധാരാളം മുല്ലയെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അറബിക് മുല്ല, ജൂഹി മുല്ല, ഇന്ത്യൻ ജാസ്മിൻ, പവിഴമല്ലി. പവിഴമല്ലിക്ക് രാത്രി മുല്ല എന്നുകൂടി പറയും. ഓറഞ്ച് ജാസ്മിൻ, സ്പൈഡർ ജാസ്മിൻ, ധാരാളം ജാസ്മിൻ ഉണ്ട് കേട്ടോ. സ്റ്റാർ ജാസ്മിനും. അപ്പോൾ നമുക്ക് ഇന്ന് പവിഴമല്ലിയെക്കുറിച്ചാണ് പറയുന്നത്, രാത്രി മുല്ലയെക്കുറിച്ച്. വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഈ പല മുല്ലയ്ക്കും പല ഷേപ്പാണ്. വെള്ളപ്പൂക്കളൊക്കെ ആയിരിക്കും അധികവും, എങ്കിലും ഈർക്കിലി പോലെ മെലിഞ്ഞതൊക്കെയുണ്ട്, വീതിയുള്ളതുണ്ട്, ഒന്നിടവിട്ട ഇതളുകൾ വ്യത്യാസമുള്ളതുണ്ട്. നല്ല രസമുള്ള എല്ലാ മുല്ലകളും നല്ല രസമുള്ളത് തന്നെയാണ്. പിന്നെ കുടമുല്ലയൊക്കെ ഉണ്ട് കേട്ടോ. മുല്ലപ്പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. ഇന്ന് പവിഴമല്ലിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഓറഞ്ച് കളറുള്ള ഞെട്ടോട് കൂടിയത്. ഓറഞ്ച് കളർ മാത്രമല്ല, നേരിട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്ക്, വെള്ളപ്പൂക്കളുടെ നടുക്ക് ഓറഞ്ച് നിറം കാണാം, പവിഴത്തിൻ്റെ നിറം. അതുകൊണ്ടായിരിക്കും പവിഴമല്ലി എന്ന് പറയുന്നത്. നല്ല പൂവാണ്. രാത്രി വിടരുന്ന പൂവാണത്. രാത്രി വിടർന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും അത് അടർന്ന് നിലത്ത് വീണു പോവും. നിലത്ത് വീണ് ഇങ്ങനെ പടർന്ന് കിടക്കും. ആ പടർന്ന് കിടക്കുന്നത് കാണാനും വളരെ മനോഹരമാണിത്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂജയ്ക്കെടുക്കുന്ന ചെടികളിൽ നിലത്ത് വീണ പൂക്കളൊന്നും സാധാരണ പൂജയ്ക്ക് എടുക്കാറില്ലല്ലോ. പക്ഷേ ഈ ചെടിയിൽ നിന്ന് വീഴുന്ന പൂക്കൾ പൂജയ്ക്കെടുക്കാനായിട്ട് ഉത്തമമാണ്. അതിൽപ്പെട്ടൊരു ചെടി കൂടിയാണിത്, ഈ പവിഴമല്ലി. ഓറഞ്ച്, മഞ്ഞ, പ്രകൃതിദത്തമായിട്ടുള്ള ചായം വേർതിരിച്ചെടുക്കാനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ സന്യാസിമാരെല്ലാം ഓറഞ്ച് കളറിലെ ഡ്രസ്സ് ഇടുന്നത് കണ്ടിട്ടില്ലേ? ആ വസ്ത്രങ്ങൾക്കെല്ലാം നിറം കൊടുത്തിരുന്നത് ഈ പൂവ് ഉപയോഗിച്ചായിരുന്നു. പൂവിന് നല്ല സുഗന്ധവും ഉണ്ട് കേട്ടോ. അപ്പൊ സുഗന്ധമുള്ള വസ്ത്രങ്ങള്, സുഗന്ധദ്രവ്യങ്ങള്, സുഗന്ധ തൈലങ്ങള്, എസൻഷ്യൽ ഓയിൽസ്, അത്തറ്, അങ്ങനെ അഗർബത്തി, ഇതിനെല്ലാം ഉപയോഗിക്കുന്നു. മണ്ണിൽ വീണ പൂക്കൾ പോലും പൂജയ്ക്ക് എടുക്കുന്ന അപൂർവമായ പൂക്കളിൽ ഒന്നാണ് ഇത്. ഇതിന് പല പേരും പറയുന്നുണ്ട്. നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ, ട്രീ ഓഫ് സാഡ്നെസ് എന്ന് പറയുന്നുണ്ട്. ദുഃഖത്തിൻ്റെ മരം. എന്താ അത്? സാഡ്നെസ്. എനിക്ക് തോന്നുന്നത് ആ പൂക്കൾ നിലത്ത് വീണ് പോകുന്നത് കൊണ്ടോ എന്താണ് ട്രീ ഓഫ് സാഡ്നെസ്. അതെന്താണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നതെന്ന് അറിയില്ല. ട്രീ ഓഫ് സോറോ, അത് നമുക്കിഷ്ടമുള്ള പേരല്ലേ. ഓരോരുത്തർ പണ്ട് പേരെല്ലാം ഇട്ട് വെച്ചിരിക്കുകയല്ലേ, നമ്മളത് പറയുന്നു. നമുക്ക് പക്ഷെ എല്ലാം അറിയില്ല. കോറൽ ജാസ്മിൻ എന്നും പറയും. ഇത് അലങ്കാരച്ചെടി മാത്രമല്ല, ഔഷധ സസ്യം കൂടിയാണ്. മികച്ച ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ആയുർവേദത്തിലും പരമ്പരാഗതമായി ഇതിൻ്റെ ഇലയും പൂക്കളും തൊലിയും ഔഷധ ഗുണമുള്ളതാണ്. എല്ലാ ഔഷധ ഗുണങ്ങളും പറഞ്ഞ് തന്നെ ഞാൻ ഓർക്കും, എല്ലാം ഒരേപോലെ തന്നെ ഔഷധ ഗുണമുള്ളതാണ്. വാദസംബന്ധമായ വേദനയ്ക്ക്, സന്ധിവാതം, ആർത്രൈറ്റിസിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. രോഗങ്ങൾ മൂലമുണ്ടാകുന്ന കഠിനമായ വേദനയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നു. നീര്, വേദന കുറയ്ക്കുന്നതിന് ഇലയുടെ നീര് അല്ലെങ്കിൽ കഷായം വെച്ചിട്ട് കുടിക്കാറുണ്ട്. വിട്ടുമാറാത്ത പനി കുറക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഡെങ്കിപ്പനി, മലേറിയ, പല പനികൾ മൂലമുണ്ടാകുന്ന ശരീര
അസ്വസ്ഥതകൾക്ക് ഇവ കുറക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഇലയുടെ നീര് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ച് അമിതമായിട്ടൊന്നും ഉപയോഗിക്കരുത്. അതിനെല്ലാം അളവൊക്കെയുണ്ട്. അത് പരിചയസമ്പന്നരായ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് കഴിക്കുക. ആയുർവേദ ഡോക്ടർമാരോട് ചോദിക്കുക. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ചുമ, കഫക്കെട്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആസ്മ ഇതെല്ലാം മാറുന്നതിന് ഉപയോഗിക്കുന്നു. ചർമ്മരോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ചു പുരട്ടുന്നു. ചിലതരം പൂപ്പൽ, ചൊറി, ചിരങ്ങ് എന്നിവ മാറാനായിട്ട് ഉപയോഗിക്കുന്നു. ഔഷധ ഗുണമുണ്ടെങ്കിലും കൃത്യമായ അളവിലും മറ്റുമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. ഉള്ളിൽ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഈ അലങ്കാര ചെടി അല്ലെങ്കിൽ പൂജയ്ക്കെടുക്കുന്ന ചെടി നിങ്ങൾ നട്ടു വളർത്തുക. അപൂർവമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ്. ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. നമ്മുടെ വീട്ടിലും നട്ടു വളർത്തുക. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന മിക്ക സസ്യങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. എല്ലാം വിവരിക്കാറുണ്ട് ഞാൻ. ചിലതൊക്കെ മാത്രം ഔഷധ ഗുണം ഇല്ലാതെയുള്ളൂ. എന്നാലും പ്രകൃതി നമുക്ക് അറിഞ്ഞ് പല വരദാനങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള പൂക്കളും സുഗന്ധമുള്ള പൂക്കൾ, ഔഷധ ഗുണമുള്ള പൂക്കൾ, ഇല, വേര്, തൊലി ഇതെല്ലാം പ്രകൃതി തന്നിട്ടുള്ള വരദാനങ്ങളാണ്. എല്ലാം അറിഞ്ഞിരിക്കുക. ഇഷ്ടമുള്ളവരെല്ലാം നട്ടു വളർത്തുക. ഇതിൻ്റെ പൂക്കൾ നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ വളരെ ചന്തമാണ്. ക്ഷേത്രങ്ങളിൽ, അതായത് ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും പവിഴമല്ലിത്തറയുണ്ട്. ഇലഞ്ഞിത്തറ മേളം ഒക്കെ നടക്കുന്നത് ആ പവിഴമല്ലിത്തറയുടെ ചുവട്ടിലാണ്. പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെടികളും നട്ടു വളർത്തുന്നു, ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നു. അപ്പം നിങ്ങളും പ്രകൃതിയെ ഇഷ്ടപ്പെടുക, ചെടികളെ ഇഷ്ടപ്പെടുക, നട്ടു വളർത്തുക, പവിഴമല്ലിയെപ്പറ്റി അറിയുക. അതിൻ്റെ പേര് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ളവരെല്ലാം ഇത് മനസ്സിലാക്കുക. പരമ്പരാഗതമായ ഔഷധ സസ്യങ്ങളെ അറിഞ്ഞു വയ്ക്കുക. അലങ്കാരച്ചെടിയായിട്ടും വളർത്താം. വീടുകളിൽ ഇത് നിൽക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവു.